കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് പരിശീലനം നൽകി. റോഡ് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. പഞ്ചായത്തുകളുടെയും പോലീസ്, മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പുകളുടെയും സഹകരണത്തോടെ ജനപങ്കാളിത്തത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പദ്ധതിയുടെ അംബാസിഡർമാരായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് പരിശീലനം നൽകി. SCMS റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത മാർഗ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. റോഡ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബേസിക് ലൈഫ് സപ്പോർട്ടുകളെക്കുറിച്ചും പിടവം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബിനു പി ക്ലാസ് നയിച്ചു. മാത്രം കൊടുത്താൽ മതി. ആ പ്രസംഗം എങ്ങനെ ആയിരിക്കണം? മിനിറ്റിൽ 120 പ്രാവശ്യം കൊടുക്കണം. ഒരാളെ കൊണ്ട് പറ്റുമോ? ഒരാളെ കൊണ്ട് പറ്റില്ല. മിനിമം 3 പേരെങ്കിലും. ഇതിന്റെ ഈ ഇവിടത്തേതും തുടർന്ന് രാമമംഗലം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ രോഹിത് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. സ്കൂൾ മാനേജർ അജിത് കല്ലൂർ, ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ, PTA പ്രസിഡന്റ് രതീഷ് കലാനിലയം, SCMS പ്രതിനിധി അരുൺകുമാർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ, സ്മിനു ചാക്കോ, ഡ്രിൽ ഇൻസ്ട്രക്ടർ സുരേഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.